ഈ ചെറിയ കറുത്ത കുരുക്കൾ കാണുന്നുണ്ടോ? സബ്ജ സീഡ്സ് ആണ്. പ്രോബയോട്ടിക് നിറഞ്ഞ മോരിന് സബ്ജ സീഡ്സും കൂടി ചേർന്നാലേ നമ്മുടെ ശരീരത്തിന് കുളിർമയും റിഫ്രഷിങ് ഫീലിംഗ് തരുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറാകും. എങ്ങനെയെന്ന് നോക്കാം. ഈ കാണുന്നതാണ് കേട്ടോ സബ്ജ സീഡ്സ്. വളരെയധികം ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ സബ്ജ സീഡ്സ്. ഇനി ഇവനെ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെന്ന് നോക്കാം. ഒരു അടിപൊളി ഗ്ലാസ് എടുക്കാവേ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി ഗ്ലാസ് ജാർ എടുക്കാവേ. എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ സബ്ജ സീഡ്സ് എടുത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിൽ നല്ലൊരു മാറ്റമാണ് കേട്ടോ. അതിങ്ങനെ ബൾജ് ചെയ്ത് വരുന്നത് കാണാവേ. നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ തന്നെ അതെല്ലാം ഒന്ന് വീർത്ത് വരും കേട്ടോ. ഈ ഡ്രിങ്ക് നമ്മൾ രാത്രി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കാലത്ത് എണീറ്റതും വെറും വയറ്റിൽ കുടിക്കാനുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. ഇത് രാത്രിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയൊക്കെ കൊണ്ട് നടക്കുന്നവർ, അതായത് വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അതായത് വയറ് കുറയ്ക്കാനും ഒക്കെ കാലത്ത് ഈ ഡ്രിങ്ക് രാത്രി പ്രിപ്പയർ ചെയ്ത് വെച്ച് കാലത്ത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുമ്പോൾ നമുക്ക് വയറ് കുറയും. അതുപോലെ തന്നെ കടുത്ത വേനൽക്കാലമല്ലേ, ആ കടുത്ത വേനൽക്കാലത്ത് നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കാനും അതുപോലെ വയറിനൊക്കെ ഒരു സുഖം കിട്ടാനും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റും നമ്മളിനി മോരും വെള്ളമാണ് കേട്ടോ അതിന് യൂസ് ചെയ്യാൻ പോകുന്നത്. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. സബ്ജ സീഡ്സും മോരും വെള്ളവും മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ രണ്ടും നമുക്ക് ഇതുപോലെ സബ്ജ സീഡ്സ് ഒന്ന് കുതിർന്ന് വന്ന ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിൽ മോരും വെള്ളം, അതായത് തൈരൊന്ന് നന്നായിട്ട് അടിച്ചിട്ട് മോരാക്കിയിട്ട് മോരും വെള്ളവും ഈ സബ്ജ സീഡ്സ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഞാനിതാ തൈരൊന്ന് മോരാക്കിയിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അടിച്ച് നല്ല ലൂസായിട്ടുണ്ട്. നമ്മൾ ഈ തൈര് കൈ കൊണ്ട് ഉടച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമുക്കിത് കുടിക്കുമ്പോഴേ ഒന്ന് ഇറങ്ങിപ്പോകാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നും. നിങ്ങൾക്ക് മോര് അങ്ങനെ തന്നെ കുടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനൊരു ലൂസായിട്ട് ടെക്സ്ചർ കിട്ടാനും കുടിക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മോരിങ്ങനെ ഒന്ന് അടിച്ചെടുത്തത്, അതായത് തൈര് അടിച്ചെടുത്തത്. പിന്നെ ഈ സബ്ജ സീഡ്സ് എന്താണെന്നേ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവൻ കാണണേ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മോരും വെള്ളം നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഈ സബ്ജ സീഡ്സ് വീർത്ത് വന്നത് കാണുമ്പോഴേ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ എന്ന് തോന്നും കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഒരു ടീസ്പൂൺ നമ്മുടെ സബ്ജ സീഡ്സും ഒരു ഗ്ലാസ് മോരും വെള്ളവും മതി കേട്ടോ. സബ്ജ സീഡ്സ് ഒന്ന് ലയിച്ച് വരാൻ ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലയിപ്പിച്ചെടുക്കുക. പിന്നെ ഒരു ഗ്ലാസ് നല്ല അടിച്ച മോരും വെള്ളം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് രാത്രി ഫുള്ള് വെക്കുക. രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത്, അതായത് വയറിൻ്റെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഇതാണ്. കാരണം മോരെന്ന് പറയുമ്പോൾ പ്രോബയോട്ടിക് കൂടുതലുള്ളതല്ലേ. അപ്പോൾ പ്രോബയോട്ടിക് ആയിട്ടുള്ള മോരും അതുപോലെ തന്നെ നമ്മുടെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള നമ്മുടെ സബ്ജ സീഡ്സും കൂടി ആകുമ്പോഴേ നല്ലൊരു വയറിനൊക്കെ നല്ലൊരു എഫക്റ്റീവാണ്. വെയിറ്റ് കുറയാനും വയറ് കുറയാനൊക്കെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് അടച്ചു വെക്കാമേ. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച ശേഷം നമുക്ക് ഒരു രാത്രി ഫുള്ള് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാവേ. അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കാണുക കേട്ടോ. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ സബ്ജ സീഡ്സൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ട് മുകളിലുണ്ടാവേ. അപ്പോൾ ജസ്റ്റ് ഇത് കറുത്ത കുരുക്കൾ പോലെ കാണുന്നില്ലേ, നല്ല രസമല്ലേ കാണാൻ. എനിക്ക് സബ്ജ സീഡ്സ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്ന് കുടിച്ച് നോക്കൂ. അടിപൊളി ഡ്രിങ്കാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സബ്ജ സീഡ്സിൻ്റെ ബട്ടർ മിൽക്ക് ഹെൽത്തി ഡ്രിങ്ക്. സബ്ജ സീഡ്സ് ബട്ടർ മിൽക്ക് ഹെൽത്തി ഡ്രിങ്ക്, അതായത് നമ്മുടെ സബ്ജ സീഡ്സും മോരും കൂടിയുള്ള ഈ അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾ കാലത്ത് കുടിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ ശരീരം നല്ല തണുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വയറിൻ്റെ ആരോഗ്യം, പിന്നെ വെയിറ്റ് കുറയാനും അതായത് വയറ് കുറയാനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത്രയും നല്ല ഹെൽത്ത് ഡ്രിങ്ക് വേറെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതെന്തായാലും നിങ്ങൾക്കും ഇത് ഇഷ്ടമാവും, എനിക്ക് ഉറപ്പാണ് കേട്ടോ. വയറ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ട് നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും കാലത്ത് ഇതൊന്ന് കുടിച്ചു നോക്കൂ. ഒരാഴ്ച കുടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയൂ കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോസായിട്ട് ഉടനെ വരാം കേട്ടോ. ഈ കാണുന്ന തുളസി ഇല്ലേ, ഈ തുളസിയുടെ വിത്താണ് കേട്ടോ സബ്ജ സീഡ്സ്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു.